ഇന്നത്തെ പ്രഭാതം മനസ്സിൽ ശാന്തി നിറച്ച ഒന്നായിരുന്നു. കൂവളമൊക്കെ പറിച്ച് മഹാദേവൻ്റെ അമ്പലത്തിൽ പോകാനുള്ള പ്ലാനാണ്. കൂവളമാലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഞാൻ തന്നെ കെട്ടി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ഡയറക്റ്റ് പറിച്ചിട്ട് വാഴയില നാരുകൊണ്ട് അത് കെട്ടി വയ്ക്കുന്നത്. ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മഹാദേവനല്ലേ, പുള്ളി അത് ക്ഷമിക്കുമെന്ന് 100% എനിക്ക് ഉറപ്പാണ്. ഭഗവാന് പ്രിയപ്പെട്ടത് കൂവളം, എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ മഹാദേവൻ. അങ്ങനെ റൗളി ഞാനും എല്ലാവരും കൂടെ പോകാനായിട്ട് റെഡിയായി. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. അമ്പലത്തിൽ കൊടിയേറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഉത്സവത്തിൻ്റെ തിരക്കിലാണെങ്കിലും മഹാദേവൻ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചുറ്റും ഉത്സവ തിരക്കുകളും കാഴ്ചകളും ഒക്കെ ആണെങ്കിലും അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തി, സമാധാനം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. വളയും കമ്മലും പൊട്ടും ഒന്നുമില്ലാത്ത ഉത്സവം എന്ത് ഉത്സവമല്ലേ. പക്ഷെ അതിലേക്ക് എന്നെ അട്രാക്റ്റ് ചെയ്തെങ്കിലും ഉള്ളിലുള്ള വിശപ്പിൻ്റെ വിളി കേൾക്കാതെ വയ്യ. അങ്ങനെ മഹാദേവനെയും പറഞ്ഞ് കാര്യം മനസ്സിലാക്കി ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ പഠിച്ച സ്കൂളൊക്കെ കണ്ടത്. അന്ന് വലിയ പുരോഗമനമൊന്നും ഇല്ലെങ്കിലും നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ എല്ലാം രക്ഷപ്പെടും അല്ലേ. വീട്ടിലെത്തി നല്ല ചൂട് അപ്പം ഉണ്ടാക്കി കഴിച്ചു. അപ്പോഴാണ് ഒരാൾ പിണങ്ങി മാറിയിരിക്കുന്നത്. ചോദിച്ചപ്പം അവിടെ വെച്ച് കളിപ്പാട്ടം എന്തോ കണ്ടു. ആളുടെ മനസ്സിൽ വെച്ചു. അന്നേരം വേണമെന്ന് എന്നോട് പറഞ്ഞില്ല. ഇവിടെ വന്നിട്ടാണ് അത് വേണമെന്ന് പറഞ്ഞ് കരച്ചിലായി പിടിച്ചിലായി ആകെപ്പാടെ സീനായിട്ടിരിക്കുവാണ്. കഴിക്കാനൊന്നും വിളിച്ചിട്ട് വന്നൊന്നുമില്ല റൗളി. ചില കാര്യങ്ങൾ അങ്ങനെയാ, മനസ്സ് വെച്ചിരുന്നാൽ നമ്മളൊന്നും അറിയില്ല, തുറന്നു പറഞ്ഞാലല്ലേ അറിയൂ.